കണ്ണുനീർ തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ, അഭിനന്ദനം 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 എന്ന ഗാനം നിങ്ങൾ കേട്ടാണ്. ഇത് പണി തീരാത്ത വീട് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വയലാർ എഴുതി MS വിശ്വനാഥൻ ഈണം നൽകി അദ്ദേഹം തന്നെ പാടിയ പാട്ടാണ്. ഈ ഗാനം ആലപിക്കാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആലപിക്കാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന മുഖം നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീമാൻ രാഹുൽ ഈശ്വറിൻ്റെയാണ്. രാഹുൽ ഈശ്വർ നമുക്കറിയാവുന്ന പോലെ താഴമൺ തന്ത്രിയുടെ മകളുടെ മകനാണ്. ഒരു പുരുഷാവകാശ പോരാളിയാണ്. കേരള സംസ്ഥാനത്ത് ഒരു മനുഷ്യാവകാശ കമ്മീഷനുള്ള പോലെ, അല്ലെങ്കിൽ വനിതാ കമ്മീഷനുള്ള പോലെ, ബാലാവകാശ കമ്മീഷനുള്ള പോലെ പുരുഷാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു കമ്മീഷൻ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിനുവേണ്ടി പോരാടുന്ന ആളാണ്. ഈ നാട്ടിൽ എവിടെ എന്ത് പീഡന കേസുണ്ടെങ്കിലും അതിൽ പ്രതി ചേർക്കപ്പെടുന്ന ആളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്ന ആളാണ്. നേരത്തെ സിനിമാ നടൻ ദിലീപിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം വല്ലാതെ ഒച്ചുയർത്തി സംസാരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു. അതും കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചു. അതുവരെ കേരള ഗവൺമെൻറ് സർക്കാർ സഹായിച്ചു. പക്ഷേ ഈ മാങ്കൂട്ടത്തിന് വേണ്ടി ചാടിയിറങ്ങി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പോലീസ് പൊക്കിക്കൊണ്ടുപോയി. രാഹുൽ മാങ്കൂട്ടത്തിന് 2 കേസേ ഉള്ളൂ. ഒന്നിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടി, മറ്റതിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഹൈക്കോടതി വിലക്കിയിരിക്കുകയാണ്. മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ ഇന്നോ നാളെയോ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടം MLA പാലക്കാടിനെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു തടസ്സമില്ല. ഒരു പോലീസുകാരനെ അദ്ദേഹത്തെ പിടിക്കാൻ പറ്റുകയില്ല. അതുപോലെ ഈ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറയുന്ന വേറൊരാളാണ് BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് കാലുമാറിയ സന്ദീപ് വാര്യർക്കും ഏതാണ്ട് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഒരു ജാമ്യവും കിട്ടാത്ത, മുൻകൂർ ജാമ്യമില്ല പിൻകൂർ ജാമ്യം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം ഇതിന് വാദന എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കാൻ ഈ നാട്ടിൽ ആരുമില്ലെന്ന് പറഞ്ഞാൽ ശരിയല്ലോ. നമ്മുടെ നിഷ്പക്ഷ ജിഹാദി അനിൽ മുഹമ്മദ് ഉണ്ട്, വേറൊരാളുമില്ല. ബാക്കി സകല ആളുകൾക്ക് ഈ ചെറുപ്പക്കാരനോട് പുച്ഛവും പരിഹാസവുമാണ്. ആളുകൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ട്രോളോട് ട്രോളാണ്. രാഹുൽ ഈശ്വർ എന്ന് കേൾക്കുമ്പോഴേക്കും ചെറിയ കുട്ടികൾ വരെ ഇപ്പോൾ ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹമാണെങ്കിൽ കുറച്ച് ദിവസം ജയിലിൽ നിരാഹാരവ്രതം അനുഷ്ഠിച്ച് മഹാത്മാഗാന്ധി ആവാൻ ഒരു ചെറിയ പരിശ്രമം നടത്തി നോക്കി. പക്ഷെ അതിൽ പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് അങ്ങനെ വയറ് വിശന്നിരുന്നിട്ട് ശീലമില്ല. കുട്ടിക്കാലം മുതൽക്ക് പഴവും അടയും പപ്പടവും പാൽപ്പായസവും ഒക്കെ കഴിച്ച് വളർന്നൊരു കുട്ടിയാണ്. കാര്യം ശരീരം വളർന്നെങ്കിലും അതനുസരിച്ച് ബുദ്ധി വളർന്നിട്ടില്ല. ചെറിയ ഒരു പോരായ്മ അദ്ദേഹത്തിനുണ്ട്. എവിടെയോ ഒരു പിരി അല്പം തെറ്റിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ആള് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലൊക്കെ പഠിച്ച, നമ്മൾ ആലുവ UC കോളേജിലൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞ. പക്ഷെ എവിടെ പഠിച്ചിട്ടും ഫലമില്ല. എവിടെ എന്ത് പറയണം എന്ന കാര്യത്തിൽ ചെറിയ ഒരു വകതിരിവില്ലായ്മ എന്ന് പറയാൻ പാടില്ല, ഒരു ചെറിയ വല്ലായിക ഉള്ളൊരു പയ്യനാണ്. എന്നാൽ നീതിപീഠമെങ്കിലും അതനുസരിച്ച് കണക്കാക്കട്ടെ. ഈ ബുദ്ധി ഉറക്കാത്ത ആളുകളോട് അല്ലെങ്കിൽ ബുദ്ധിമാന്യം ഉള്ളവരോടൊക്കെ ഒരു അനുതാപത്തോടെ പെരുമാറേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കോടതിക്കുണ്ടായിരുന്നു. നമ്മുടെ ഡോക്ടർ മാത്യു കോഴിനാടൻ്റെ സഹധർമ്മിണിയാണ് തിരുവനന്തപുരത്തെ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ എനിക്കറിയാം. നേരത്തെ ആലുവയിൽ മുനിസിപ്പാലിറ്റി നല്ല നീതിബോധമുള്ള സ്ത്രീയാണ്. പക്ഷേ എന്ത് ചെയ്യാം, രാഹുൽ ഈശ്വറിൻ്റെ കാര്യത്തിൽ ആ കാര്യം ചെറിയ ഒരു വല്ലായിക പറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടേണ്ട കേസുണ്ടായിരുന്നു. പോലീസുകാർ അത് ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരായി. ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. പുള്ളിയാണെങ്കിൽ ജയിലിൽ ഉണ്ണാവ്രതം അനുഷ്ഠിച്ച് മഹാത്മജി ആയിക്കളയാം എന്ന് വിചാരിച്ചു. വിശക്കുന്നവരെ പുള്ളി കാത്തിരുന്നു. വിശന്ന് കഴിഞ്ഞപ്പോൾ വയ്യോ, വിശന്നിട്ട് വയ്യേ, എനിക്ക് എന്തെങ്കിലും തരണേ, ഞാൻ ഉപവാസം അവസാനിപ്പിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ജയിൽ അധികൃതർ ഇദ്ദേഹത്തെ നോക്കി പരിഹസിച്ചു. അദ്ദേഹത്തെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സെൻട്രൽ ജയിൽ എന്ന് വെച്ചാൽ അറിയാൻ പാടില്ലേ, കൊലപാതകികളും കൂട്ടായ്മ കവർച്ചക്കാർ, ബലാത്സംഗ കേസിൽ കുറ്റവാളികളും ഒക്കെയാണ് അവിടെ കിടക്കുന്നത്. അവരെ പോലെയുള്ള ആളുകളുടെ അടുത്ത് ഇദ്ദേഹത്തെ പോലെ ഒരു സാധു ബ്രാഹ്മണൻ, ഒരു ശുദ്ധഗതിക്കാരൻ, ഒരു പോഴൻ അങ്ങനെ ഉണ്ണാവ്രതം അനുഷ്ഠിച്ചാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം ലോകത്തിലെ എല്ലാ ആളുകളുടെയും പരിഹാസപാത്രമായി. ആകെ വന്നിട്ട് പോയിട്ട് നിഷ്പക്ഷ ജിഹാദി അനിൽ മുഹമ്മദിന്റെ മാത്രം ഒരു അനുതാപത്തിന് പാത്രീഭൂതനായി. അത് വെച്ച് ആലോചിക്കുമ്പോൾ എല്ലാവരും പുച്ഛിക്കുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലതെന്ന് നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഈ പൊതുസമൂഹത്തിന് ആർക്കും അദ്ദേഹത്തെക്കുറിച്ച്
എന്തെങ്കിലും ഒരു നല്ല വാക്ക് പറയാനായിട്ട് പുരുഷാധിപത്യത്തെ കുറിച്ച് വിലപിക്കുന്ന ഫെമിനിസ്റ്റുകാരെല്ലാം പറഞ്ഞു. ഫെമിനിസ്റ്റുകളുടെ ആധിപത്യത്തിനെതിരെ പോരാടാൻ ആഗ്രഹിക്കുന്ന പുരുഷാവകാശ പ്രവർത്തകർക്ക്, മെൻസ് അസോസിയേഷൻകാർക്ക് പോലും ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്താൻ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന്റെ പണിക്കൊരു ഉപവാസം നടത്താൻ ഒരാൾക്ക് ഇതുവരെ സമയം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സാവകാശം കിട്ടിയിട്ടില്ല. ഇവിടെ എത്ര സംഘടനകളുണ്ട്. ആർക്കെങ്കിലും ഇദ്ദേഹത്തോട് എന്തെങ്കിലും അനുതാപമുണ്ടോ? എന്തെങ്കിലും സഹാനുഭൂതി ഉണ്ടോ? ഇദ്ദേഹത്തിന് ചില അവകാശങ്ങളുണ്ട് എന്ന് ഇവർക്ക് ആർക്കെങ്കിലും തോന്നുന്നു? ഇതാണ് കുഴപ്പം. ഒരാളിങ്ങനെ പട്ടിണി കിടക്കാതെയും ശരീരത്തിലെ ഭാരം 11 കിലോ കുറഞ്ഞു എന്നാണ് പറയുന്നത്. 11 കിലോ വെയിറ്റ് ലോസ് ഉണ്ടായി. ദൈവഗുരുത്തം കൊണ്ട് മാത്രമാണ് അത് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ പണ്ട് പോറ്റി ശ്രീരാമുലു ഉപവാസം കിടന്ന് മരിച്ചുപോലെ ഇദ്ദേഹം മരിച്ചുപോയി. എന്നാലും ഈ നാട്ടിൽ ആരും അദ്ദേഹത്തിന് വേണ്ടി സഹതപിക്കുകയോ കണ്ണീരൊഴുക്കുകയോ ചെയ്യുമായിരുന്നില്ല. അപ്പോഴും ആൾക്കാർ ഇദ്ദേഹത്തെ പുച്ഛിച്ച് പരിഹസിച്ചിരിക്കും. സഹതപിക്കാത്ത ലോകമേ, എന്തിലും സഹകരിക്കുന്ന ശാരദാകാശമേ എന്ന് കവി പാടിയതും ഇദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വയലാർ ഈ ഗാനം എഴുതുമ്പോൾ രാഹുൽ ഈശ്വറിന്റെ മുഖം അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അല്ലാതെ പുള്ളി കണ്ണുനീർ തുള്ളിയെ ആണിനോട് ഉപമിച്ച കാവ്യഭാവനെ എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും രാഹുൽ ഈശ്വർ അധികം വൈകാതെ ജാമ്യം കിട്ടി പുറത്തു വരട്ടെ. അദ്ദേഹത്തിൻ്റെ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കട്ടെ. 11 കിലോ കുറഞ്ഞതിന് 22 കിലോ വർദ്ധിപ്പിച്ച് അദ്ദേഹം ഈ പെണ്ണാധിപത്യ സമൂഹത്തോട് പ്രതികാരം ചെയ്യട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ താല്പര്യം. അതിനുവേണ്ടി ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിനോട് പ്രാർത്ഥിക്കുന്നു. ധർമ്മശാസ്താവ് നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, സ്ത്രീ വിദ്വേഷിയാണ് എന്ന് പറയപ്പെടുന്നത് എനിക്കറിയില്ല. അപ്പോൾ ശാസ്താവിൻ്റെ അനുഗ്രഹം ഈ കൊച്ചി തിരുമേനിക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഇദ്ദേഹത്തിൻ്റെ പുരുഷാവകാശ പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഇതുപോലുള്ള ചെറുപ്പക്കാർ ഇനിയും ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരട്ടെ എന്ന് മാത്രം ഭഗവാൻ ധർമ്മശാസ്താവിനോട് പ്രാർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.